നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ക്ലാസ് എഫ് കമ്മ്യൂട്ടേഷനാണ്. നമ്മൾ ക്ലാസ് ഇ കമ്മ്യൂട്ടേഷൻ വരെയാണ് പറഞ്ഞത്. അടുത്തത് ക്ലാസ് എഫ് കമ്മ്യൂട്ടേഷനാണ്. ക്ലാസ് എഫ് കമ്മ്യൂട്ടേഷൻ അറിയപ്പെടുന്ന ഒരു പേര് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ എന്നാണ്. ക്ലാസ് എഫ് കമ്മ്യൂട്ടേഷൻ അറിയപ്പെടുന്ന പേര് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ എന്നാണ്. ക്ലാസ് എഫ് കമ്മ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നത് എ സി സർക്യൂട്ട്സിലാണ്. ക്ലാസ് ഓഫ് കമ്മ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നത് എ സി സർക്യൂട്ട്സിലാണ്. എ സി സർക്യൂട്ട്സിൻ്റെ പ്രത്യേകത എന്താ? അവിടെ സോഴ്സ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ എ സി ആയിരിക്കും. സോഴ്സ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ എ സി ആയിരിക്കും. അങ്ങനെയുള്ളിടത്ത് എല്ലാ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിയുമ്പോഴേക്കും എ സി ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിയുമ്പം കറണ്ട് 0 ആവും, വോൾട്ടേജ് റിവേഴ്സ് ആവുകയും ചെയ്യും. അപ്പം എ സിയുടെ പ്രത്യേകത എന്താ? എ സിക്ക് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിയുമ്പം വീണ്ടും കറണ്ട് 0യിലെത്തും, വോൾട്ടേജ് റിവേഴ്സ് ചെയ്യും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലോട്ട് പോകും. അങ്ങനെ കറണ്ട് 0 ആയിട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലോട്ട് പോകുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? നമ്മുടെ എസ് സി ആറിന് അക്രോസുള്ള വോൾട്ടേജ് റിവേഴ്സ് ആവുന്നുണ്ട്, എസ് സി ആറിൽ കൂടെയുള്ള കറണ്ട് 0 ആവുന്നുണ്ട്. അപ്പം നമുക്കറിയാം തൈറിസ്റ്ററിനകത്തുള്ള കറണ്ട് കുറഞ്ഞ് 0 ആയാൽ തൈറിസ്റ്റർ ഓഫാവും. അതുപോലെ തന്നെ തൈറിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് റിവേഴ്സ് ബയാസ് ആയാലും തൈറിസ്റ്റർ ഓഫാവും. സോ ഇവിടെ എന്നാ പറ്റും? എസ് സി ആർ ഓഫാവും. എങ്ങനെ എസ് സി ആർ ഓഫാവുന്നത്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ എ സി സോഴ്സിൽ കണക്ട് ചെയ്തേക്കുന്നത് കൊണ്ട് എ സിയുടെ വോൾട്ടേജ് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞ് നെഗറ്റീവിലേക്ക് പോകുമ്പം എ സിയുടെ പ്രത്യേകത എന്താ? കറണ്ട് 0 ആകും. അപ്പോൾ എസ് സി ആറിലൂടെ ഉള്ള കറണ്ട് 0 ആകും. എസ് സി ആറിലൂടെ ഉള്ള കറണ്ട് 0 ആയാൽ എസ് സി ആർ ഓഫ് ആവും. ഇനി അതല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എസ് സി ആറിന് അക്രോസുള്ള വോൾട്ടേജ് എന്തായിട്ട് മാറും? നെഗറ്റീവ് ആകും, റിവേഴ്സ് ബയാസ് ആവും. എസ് സി ആർ റിവേഴ്സ് ബയാസ് ആവും, എസ് സി ആർ അങ്ങനെ ഓഫാകും. സോ എ സി സർക്യൂട്ടിൽ നമ്മൾ വെളിയിൽ നിന്ന് ഒരു കമ്പോണൻറ്റും കണക്ട് ചെയ്തിട്ടല്ല എസ് സി ആർ കമ്മ്യൂട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സോഴ്സ് എ സി ആയതുകൊണ്ട് നാച്ചുറലായിട്ട് ഓരോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിയുമ്പോഴും തൈറിസ്റ്റർ ഓഫാവും. അതുകൊണ്ടാണ് ഇതിനെ നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ വേറൊരു പേരാണ് ലൈൻ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സോ ക്ലാസ് ഓഫ് കമ്മ്യൂട്ടേഷൻ അറിയപ്പെടുന്ന 2 പേരാണ് നാച്ചുറൽ കമ്മ്യൂട്ടേഷനും ലൈൻ കമ്മ്യൂട്ടേഷനും. ക്ലാസ് ഓഫ് കമ്മ്യൂട്ടേഷൻ്റെ 2 പേരാണ് നാച്ചുറൽ കമ്മ്യൂട്ടേഷനും ലൈൻ കമ്മ്യൂട്ടേഷനും. എ സി സപ്ലൈ ഉള്ളിടത്ത് അല്ലെ എ സി സർക്യൂട്ട്സിലാണ് ക്ലാസ് ഓഫ് കമ്മ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നത്. ക്ലാസ് ഓഫ് കമ്മ്യൂട്ടേഷനിൽ ഓരോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിയുമ്പോഴും കറണ്ട് 0 ആകും. അതുപോലെ വോൾട്ടേജ് എന്താവും? റിവേഴ്സ് ഡയറക്ഷനിലാവും. അപ്പോൾ എസ് സി ആറിൽ കൂടെയുള്ള കറണ്ട് 0 ആവുകയും എസ് സി ആറിന് അക്രോസുള്ള വോൾട്ടേജ് റിവേഴ്സ് ബയാസ് ആവുകയും ചെയ്യുമ്പം എസ് സി ആർ തന്നെ കമ്മ്യൂട്ടേറ്റ് ചെയ്യും, അഥവാ എസ് സി ആർ ഓഫ് ആകും. ക്ലാസ് ഓഫ് കമ്മ്യൂട്ടേഷൻ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? ക്ലാസ് ഓഫ് കമ്മ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നത് ലൈൻ കമ്മ്യൂട്ടേറ്റഡ് ഇൻവെർട്ടറിനകത്ത് യൂസ് ചെയ്യും, എ സി വോൾട്ടേജ് കൺട്രോളറിനകത്ത് യൂസ് ചെയ്യും, ഫേസ് കൺട്രോൾഡ് ഇൻവെർട്ടറിൽ യൂസ് ചെയ്യും, സ്റ്റെപ്പ് ഡൗൺ സൈക്ലോ കൺവെർട്ടറിലും യൂസ് ചെയ്യും. അപ്പം ക്ലാസ് എഫ് കമ്മ്യൂട്ടേഷൻ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? ക്ലാസ് എഫ് കമ്മ്യൂട്ടേഷൻ്റെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്? ഫേസ് കൺട്രോൾഡ് കൺവെർട്ടർ. അപ്പോൾ ഒന്നാമത്തത് ഫേസ് കൺട്രോൾഡ് കൺവെർട്ടർ, ലൈൻ കമ്മ്യൂട്ടേറ്റഡ് ഇൻവെർട്ടർ, എ സി വോൾട്ടേജ് കൺട്രോളർ, സ്റ്റെപ്പ് ഡൗൺ സൈക്ലോ കൺവെർട്ടർ. ഇതൊക്കെയാണ് ക്ലാസ് എഫ് കമ്മ്യൂട്ടേഷൻ്റെ ആപ്ലിക്കേഷൻസ്. ഫേസ് കൺട്രോൾഡ് ഇൻവെർട്ടർ, ലൈൻ കമ്മ്യൂട്ടേറ്റഡ് ഇൻവെർട്ടർ, എ സി വോൾട്ടേജ് കൺട്രോളർ, സ്റ്റെപ്പ് ഡൗൺ സൈക്ലോ കൺവെർട്ടർ. നമ്മൾ ഈ സർക്യൂട്ടിൽ കാണുന്നതാണ് ക്ലാസ് എഫ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് സോഴ്സ് എന്ന് പറയുന്നത് വി എം സൈൻ ഒമേഗ ടി അഥവാ എ സി സോഴ്സാണ്. സോഴ്സ് വി എസ് എന്ന് പറയുന്നത് വി എം സൈൻ ഒമേഗ ടി അഥവാ എ സി സോഴ്സാണ്. അവിടെ ഒരു തൈറിസ്റ്റർ ഉണ്ട്, പിന്നെ ഒരു ലോഡ് 6 കണക്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്നാ പറ്റും? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വി ഔട്ട് എന്ന് പറയുന്നത് വി എസ് തന്നെ ആയിരിക്കും. കാരണം എന്താ? തൈറിസ്റ്ററിനെ നമ്മൾ 0യിൽ ട്രിഗർ ചെയ്യുമെന്ന് വിചാരിക്കുക. തൈറിസ്റ്റർ 0യിൽ ട്രിഗർ ചെയ്തെങ്കിൽ തൈറിസ്റ്റർ ഓൺ ആവും. തൈറിസ്റ്റർ ഓൺ ആവുമ്പം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈ വോൾട്ടേജ് തന്നെ ആയിരിക്കും. ഇനി അത് തൈറിസ്റ്ററിനെ 0യിൽ ട്രിഗർ ചെയ്യുമ്പോഴാണ്. തൈറിസ്റ്ററിനെ 0 ഡിഗ്രിയിൽ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൈറിസ്റ്റർ ഒരു ഡയോഡ് പോലെ തന്നെ ബിഹേവ് ചെയ്യും. തൈറിസ്റ്ററിൻ്റെ ഫയറിംഗ് ആംഗിൾ 0 ഡിഗ്രി ആണെങ്കിൽ തൈറിസ്റ്റർ ഡയോഡ് പോലെ തന്നെ ബിഹേവ് ചെയ്യും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ തൈറിസ്റ്റർ കണ്ടക്റ്റ് ചെയ്യും. നമ്മുടെ സപ്ലൈ വോൾട്ടേജ് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുകയും ചെയ്യും. പക്ഷേ ഒമേഗ ടി ഈസ് ഈക്വൽ ടു പൈ ആവുമ്പം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിയുമ്പം കറണ്ട് എത്രയാണ്? കറണ്ട് എ സിയുടെ കേസിൽ 0 ആണ്. വോൾട്ടേജ് എന്ന് പറയുന്നത് എത്ര വരും? 0 ആണ്. അപ്പോൾ എന്നാ പറ്റും? കറണ്ട് 0 ആവുമ്പം തൈറിസ്റ്റർ ഓഫ് ആവും. ഇവിടെ കറണ്ട് 0 ആവുന്നു.
ഒമേഗ ടി ഈസ് ഈക്വൽ ടു പൈ ഡിഗ്രി ആകുമ്പോഴത്തേക്കും എന്ത് പറ്റും? ഒമേഗ ടി ഈസ് ഈക്വൽ ടു പൈയിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞിട്ട് നെഗറ്റീവിലേക്ക് പോവുകയാണ്. അവിടെ കറണ്ട് എത്രയാണ്? 0 ആണ്. കറണ്ട് 0 ആകുമ്പോൾ തൈറിസ്റ്റർ ഓഫ് ആവും. പൈ മുതൽ 2π വരെ തൈറിസ്റ്റർ എങ്ങനെയായിരിക്കും? പൈ മുതൽ 2π വരെ തൈറിസ്റ്റർ റിവേഴ്സ് ബയാസ് ആയിരിക്കും. അങ്ങനെ റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും തൈറിസ്റ്റർ ഓഫ് ആയിരിക്കും. എന്തുമാത്രം ടൈം? ആ ടൈമാണ് π/ω സെക്കൻഡ് എന്ന് പറയുന്നത്. π/ω ഈ ടൈമിനെയാണ് നമ്മൾ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറയുന്നത്. സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്നാണ് ഇതിനെ പറയുന്നത്. ഈ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറയുന്നത് ഇക്വേഷൻ ഓർത്തിരിക്കുക, π/ω ആണ്. സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എത്രയാണ്? π/ω ആണ്. സോ ഇത്രയുമാണ് ക്ലാസ് എഫ് കമ്മ്യൂട്ടേഷൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാ കമ്മ്യൂട്ടേഷൻ സ്കീംസും പറഞ്ഞു. ക്ലാസ് എ പറഞ്ഞു, ക്ലാസ് ബി പറഞ്ഞു, ക്ലാസ് സി, ക്ലാസ് ഡി, ക്ലാസ് ഇ, ക്ലാസ് എഫ് പറഞ്ഞു. ക്ലാസ് എഫ് എന്ന് പറയുന്നത് നാച്ചുറൽ കമ്മ്യൂട്ടേഷനാണ്. ആപ്ലിക്കേഷൻസ് ഒന്നുകൂടെ ഓർത്ത് വയ്ക്കുക. ഫേസ് കൺട്രോൾഡ് കൺവേർട്ടർ, ലൈൻ കമ്മ്യൂട്ടേറ്റഡ് ഇൻവെർട്ടർ, എ സി വോൾട്ടേജ് കൺട്രോളർ, സ്റ്റെപ്പ് ഡൗൺ സൈക്ലോ കൺവേർട്ടർ. ഇത്രയുമാണ് ക്ലാസ് എഫ് കമ്മ്യൂട്ടേഷൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ കമ്മ്യൂട്ടേഷൻ സ്കീംസ് ഇവിടെ തീരുവാണ്. അതുപോലെ പ്രോബ്ലംസും ഇതിൻ്റെ നോട്ട്സും നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താങ്ക്